ജില്ലാ പഞ്ചായത്ത് ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ കുറിച്ചോ എന്താണ് സംഭവിച്ചതിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ? അപകടത്തിൽ പരിക്കേറ്റവരെ മെഡിക്കൽ ട്രസ്റ്റിലും അതുപോലെ തന്നെ പാലായിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. വണ്ടി വിനോദസഞ്ചാര യാത്രയ്ക്ക് വേണ്ടിയിട്ട് തമിഴ്നാട് പോയിട്ട് തിരിച്ചു വന്ന വണ്ടിയാണ്. ബ്രേക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന വിവരം. 4 പേര് മരിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവർ എത്ര പേരാണ്? പീരുമേട് ആരെങ്കിലും ഉണ്ടോ? അത്തരം കാര്യങ്ങളോ? പീരുമേടിലും കുറച്ചുപേരെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ MMDയിലും പാലായിലും എത്തിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു വളവാണ്, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ കഴിയാം. ആ വളവ് കഴിഞ്ഞിട്ട് ആ വളവ് തിരിഞ്ഞ് ഈ വാഹനം ഇവിടെ വന്ന് തന്നെ ഈ ക്രാഷ് ബാരിയറിൽ ഇടിച്ചിട്ടുണ്ട്. ആ പെയിന്റ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതിനുശേഷം ഈ ഭാഗത്ത് ഈ ക്രാഷ് ബാരിയറിൽ ഇടിച്ചതിന് ശേഷം വാഹനം മുന്നോട്ട് പോവുകയും ഏതാണ്ട് ഒരു 30 മീറ്റർ അധികം ദൂരം ആ ക്രാഷ് ബാരിയറിൻ്റെ സമീപത്തോട് തന്നെ മുന്നോട്ട് പോയി അവിടെ വെച്ച് താഴേക്ക് മറിയുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നാൽ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് മുന്നോട്ട് വാഹനം മറിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം കുത്തി വീണതിന് ശേഷം ഒരു പക്ഷേ അതിൻ്റെ പിൻഭാഗം താഴേക്ക് പതിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആഘാതം താഴേക്കല്ല പതിച്ചതെങ്കിൽ പോലും വലിയ ആഘാതം ഉണ്ടാകാൻ ഒരു കാരണം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞു, 4 പേർക്ക് ജീവൻ നഷ്ടമായി. ബ്രേക്ക് കിട്ടിയില്ല എന്നതൊരു പ്രാഥമിക നിഗമനമായി പറയുന്നുവെങ്കിലും സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണ്. ജയിലിലേക്ക് വരാം. അവിടുത്തെ ആ സ്ഥലത്തിന്റെ അപകടകരമായ സാഹചര്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം.